ഹലോ ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഈ വീഡിയോയിൽ ഞാൻ അഗെയിൻ FMG പ്രിപ്പറേഷനെ പറ്റി തന്നെയാണ് പറയുന്നത്. വെൻ ഐ വിൽ ബി ടോക്കിംഗ് അബൌട്ട് GT, ഓൾസോ നോൺ ആസ് ഗ്രാൻഡ് ടെസ്റ്റ്. അതിൻ്റെ ഇമ്പോർട്ടൻസും എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് ഗ്രാൻഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ, എന്തിനാണ് ഗ്രാൻഡ് ടെസ്റ്റ് ചെയ്യുന്നത്, ഇങ്ങനെ കുറച്ച് ഡൗട്ട്സ് ഒക്കെ ഉണ്ട് ഗ്രാൻഡ് ടെസ്റ്റിനെ പറ്റി. സോ ദിസ് വീഡിയോ ഈസ് എവറിത്തിങ് ദാറ്റ് യു വുഡ് നീഡ് ടു നോ അബൌട്ട് ഗ്രാൻഡ് ടെസ്റ്റ്. So let's get into the video. First of all, let me tell you why you need to do a grand test. See, grand test എന്ന് പറയുന്നത് ഒരു ഇപ്പോൾ മോസ്റ്റ്ലി മിക്ക പ്ലാറ്റ്ഫോംസിലും ആപ്സിലും രണ്ട് പാർട്ടായിട്ടുള്ള ഒരു എക്സാമാണ്. ചില പ്ലാറ്റ്ഫോംസിൽ ഡയറക്റ്റ് ഒരു 300 ക്വസ്റ്റ്യൻസിൻ്റെ ഒരു എക്സാം ആയിരിക്കും. ചിലയിടത്ത് 150 സ്പ്ലിറ്റ് ആയിട്ടുള്ള എക്സാം ആയിരിക്കും. സോ ഗ്രാൻഡ് ടെസ്റ്റിൽ നമ്മൾ അതൊരു മോക്ക് ടെസ്റ്റ് പോലെയാണ്. സോ ഇഫ് യു ആർ ഡൂയിങ് ദാറ്റ് ഇൻ എ സർട്ടൻ ടൈം പീരീഡ്, നമ്മൾ ആ ഒരു എക്സാമിൻ്റെ ഒരു ഡെമോ പോലെ നമ്മൾ ചെയ്യാണ്. സോ നമുക്ക് ഒരു പ്രാക്ടീസ് ആകും. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ആ ഒരു എക്സാം പാറ്റേൺ എങ്ങനെയാണ്, ഇത്ര മണിക്കൂർ, അതായത് 2.5 hours ആണ് ഒരു പാർട്ട് നമ്മൾ FMG എക്സാമിന് ഇരിക്കുന്നത്. സോ ഒരു 2.5 hours കണ്ടിന്യൂസ് 150 ക്വസ്റ്റ്യൻസ് നമ്മൾ സോൾവ് ചെയ്യാനായിട്ട് ഇരിക്കുന്നത്. സോ അതൊക്കെ ഒരു പ്രാക്ടീസാണ്. സോ അതൊരു കാര്യം പ്രാക്ടീസ് ആകും. യു ഗെറ്റ് ദർ എൻവയോൺമെൻറ്റ് ടു സോൾവ് ക്വസ്റ്റ്യൻ അറ്റ് എ ഗോ, ലൈക്ക് 150 ത്രൂ ഔട്ട് ചെയ്യുക. അത് ഇപ്പോഴത്തെ ന്യൂ ഗൈഡ് ലൈൻസ് വെച്ചിട്ട് വി ഹാവ് 50 ക്വസ്റ്റ്യൻസിൻ്റെ ബ്ലോക്ക്. ഈ 150 ക്വസ്റ്റ്യൻസ് നമ്മൾ കംപ്ലീറ്റ് ഒരു ഇതായിട്ടല്ല ചെയ്യുന്നത്. ഫസ്റ്റ് 50 ക്വസ്റ്റ്യൻസ് ചെയ്യും 50 മിനിറ്റ്സിന്. അത് കഴിഞ്ഞ് ആ 50 ക്വസ്റ്റ്യൻസ് ലോക്ക് ആയിരിക്കും. അത് കഴിഞ്ഞിട്ടുള്ള സെക്കൻഡ് സ്ലോട്ടിലാണ് നെക്സ്റ്റ് 50 ക്വസ്റ്റ്യൻസ് വരിക. സോ അഗെയിൻ യു വിൽ ഡു ദ നെക്സ്റ്റ് 50 ക്വസ്റ്റ്യൻസ്. സോ സെക്കൻഡ് സ്ലോട്ട് തുടങ്ങുമ്പോൾ യു കാൺ ഗോ ബാക്ക് ടു ദ ഫസ്റ്റ് സ്ലോട്ട് ആൻഡ് ചേഞ്ച് യുവർ ആൻസേഴ്സ്. സോ യു ഗെറ്റ് എ പ്രാക്ടീസ് ഓഫ് ഡൂയിങ് ദിസ് ഇൻ ദാറ്റ് ഓർഡർ. സോ അതൊരു പ്രാക്ടീസാണ്. ആൻഡ് ദെൻ അഗെയിൻ യു ആർ ഗെറ്റിംഗ് ടു നോ ലൈക്ക് 150 ക്വസ്റ്റ്യൻസ് കാണുവാണ്. ഇറ്റ് വിൽ ബി ലൈക്ക് 150 ടോപ്പിക്സ്. സോ യു ആർ ഗെറ്റിംഗ് എക്സ്പോസ് ടു 150 ക്വസ്റ്റ്യൻസ് ആൻഡ് 150 ടോപ്പിക്സ് അറ്റ് എ സെയിം ടൈം. സോ അതൊരു പ്രാക്ടീസാണ്. പിന്നെ ഇങ്ങനെ GTs കുറേ ചെയ്യുമ്പോൾ യു ഗെറ്റ് ദറ്റ് സ്കിൽ, യു ഡെവലപ്പ് ദറ്റ് സ്കിൽ ഓഫ് സോൾവിങ് MCQs. And also you get an idea of what all are the frequently asked questions, frequently asked topics. ഇപ്പം മെയിനായിട്ട് നമ്മൾ PYQs മാത്രം നോക്കിയിരുന്നിട്ട് കാര്യമില്ല. they are focusing on the PYTs, that is previous year topics. Okay, so topics you should be more thorough. So most of the GTs മിക്ക പ്ലാറ്റ്ഫോമിലും, ഞാൻ പല പ്ലാറ്റ്ഫോംസിലും ഞാൻ GT ചെയ്തിട്ടുണ്ട്. സോ എല്ലാവരും ഏകദേശം സെയിം ടോപ്പിക്സ് ഒക്കെ തന്നെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. ബട്ട് യു ഗെറ്റ് ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ക്വസ്റ്റ്യൻസ് ഇൻ ദ സെയിം ടോപ്പിക്. സോ അതും ഒരു പ്രാക്ടീസാണ്. സോ ഇതൊക്കെ കൊണ്ടാണ് എല്ലാവരും GT ചെയ്യണം എന്ന് പറയുന്നത്. ആൻഡ് ഇഫ് യു ആസ്ക് മീ, ഐ വിൽ ഡെഫിനറ്റ്ലി ടെൽ യു അറ്റ്ലീസ്റ്റ് ഒരു 5 GTs എങ്കിലും ചെയ്യാണ്ട് നിങ്ങൾ FMG എക്സാം എഴുതാൻ പോകരുത്. കാരണം ഒരു 300 MCQസിൻ്റെ ഒരു എക്സാമാണ്, MCQs ആണ്. സോ യു ഷുഡ് ഹാവ് ദാറ്റ് പ്രാക്ടീസ് ഓഫ് സോൾവിങ് MCQs ആൻഡ് യു ഷുഡ് ഹാവ് ദാറ്റ് പ്രോബ്ലം സോൾവിങ് സ്കിൽ ടു ഡു ദ MCQs. സോ അതുകൊണ്ട് ഡെഫിനറ്റ്ലി ഫ്രം മൈ എൻഡ് ഐ വിൽ സേ ഒരു 5 GTs മിനിമം. എൻ്റെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി ചോദിക്കുവാണെങ്കിൽ, ഞാൻ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തൊരു 3-4 സബ്ജക്ട്സ് കഴിഞ്ഞപ്പോൾ തന്നെ ഐ സ്റ്റാർട്ടഡ് ഡൂയിങ് GTs. സോ ഒബ്വിയസ്ലി ഇൻ ദ സ്റ്റാർട്ടിങ് ഐ ഡിഡ്ന്റ് ഗെറ്റ് ഗുഡ് സ്കോർസ്. പിന്നെ ലേറ്റർ ഓൺ ഐ സ്റ്റാർട്ടഡ് ഇംപ്രൂവിങ് വിത്ത് മൈ GT സ്കോർ ആൻഡ് നല്ല സ്കോറ് പിന്നെ എനിക്ക് കൂടി വരാൻ തുടങ്ങി. എൻ്റെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി പറയുകയാണെങ്കിൽ, ഞാൻ GTക്ക് വളരെ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നു. ആൻഡ് ഞാൻ ടോട്ടൽ ഒരു 17 GTs ഞാൻ ചെയ്തായിരുന്നു ബിഫോർ ദി എക്സാം. ആൻഡ് സ്റ്റാർട്ടിങ് ഞാൻ അത്ര സീരിയസ് ആയിട്ടൊന്നുമല്ല GT കൊടുത്തിരുന്നത്. പിന്നെ പതുക്കെ ഞാൻ എല്ലാ സബ്ജക്ട്സും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള GTs വളരെ ശ്രദ്ധിച്ചാണ് ഞാൻ GT ചെയ്തുകൊണ്ടിരുന്നത്. ആൻഡ് ഞാൻ എപ്പോഴും GT, ഞാൻ പഴയ വീഡിയോയിൽ പറഞ്ഞ പോലെ സൺഡേസ് ആയിരുന്നു ഞാൻ എല്ലാ GTയും ചെയ്തുകൊണ്ടിരുന്നത്. ബിക്കോസ് വി ഹാവ് അവർ എക്സാം ഓൺ സൺഡേസ്.
and it will be the time slot will be like 9 to 11:30, and we have a lunch break, and again from 2 to 4:30. So I try to stick on to that time period, and on Sundays. And അത് കഴിഞ്ഞിട്ട് I used to review the GTs. അങ്ങനെ റിവ്യൂ ചെയ്താണ് എനിക്ക് GT സ്കോർ കൂടിയതും. ആൻഡ് ഐ സ്ട്രോങ്ലി ബിലീവ് ദാറ്റ് എൻ്റെ എക്സാം പാസ്സാവാനായിട്ട് ഇറ്റ്സ് വൺ ഓഫ് ദ മേജർ reason, because I have done GTs very generously and I have reviewed it very thoroughly. സോ എനിക്ക് GTs ചെയ്ത് കഴിഞ്ഞിട്ട് അത് റിവ്യൂ ചെയ്യാനായിട്ട് ഇങ്ങനൊരു ബുക്ക് ഉണ്ടായിരുന്നു, GT ബുക്ക് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു ബുക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇൻ ദിസ് ബുക്ക് ഐ യൂസ് ടു റൈറ്റ് ഓൾ ദ GTs. അതിന് എനിക്ക് കിട്ടിയ സ്കോർ എഴുതും ആൻഡ് ഡേറ്റ് എഴുതും, ആൻഡ് എല്ലാ ക്വസ്റ്റ്യൻസും ഞാൻ റിവ്യൂ ചെയ്യും. ചില ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ ചുമ്മാ ഗെസ് അടിക്കും, അങ്ങനെ കറക്റ്റ് ആകാം. ചിലപ്പോൾ PYQs ഒക്കെ നമ്മളിങ്ങനെ ചെയ്ത് കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ നമുക്ക് കാണാപ്പാടമായിട്ടുണ്ടാവും, അങ്ങനെ കുറേ കറക്റ്റ് ആയതുണ്ടാവും. പക്ഷേ റിയൽ എക്സാമിന് നമുക്കങ്ങനെ ചാൻസ് എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എല്ലാ ക്വസ്റ്റ്യനും, ഈവൻ ദോ ഇഫ് ഇറ്റ്സ് എ റൈറ്റ് ആൻസർ ദാറ്റ് യു ഗോട്ട്, so you should thoroughly check each and every question that you have attempted in the GT. അപ്പോൾ അത് ചിലത് നമ്മൾ ഗെസ് അടിച്ചതായിരിക്കാം, ചിലത് നമുക്ക് ഓൾറെഡി അറിയാവുന്നത് ഓക്കെ ലീവ് ഇറ്റ്, അല്ല അറിയില്ല ചുമ്മാ ഗെസ് അടിച്ച് കറക്റ്റായി, അതൊക്കെ നോട്ട് ഡൗൺ ചെയ്യുക. ആൻഡ് ദ ക്വസ്റ്റ്യൻസ് വിച്ച് യു ഗോട്ട് റോങ് അതും നോട്ട് ചെയ്യുക. ആ ടോപ്പിക്ക് ഇപ്പോൾ സ്റ്റാർട്ടിംഗ് ഒക്കെ ഞാൻ GT എക്സാം കഴിഞ്ഞിട്ട് ഒരു 100 ക്വസ്റ്റ്യൻസ്, 100 അല്ല 300-ൽ ഒരു 150 ക്വസ്റ്റ്യൻസ് അതിന് എബവ് ഒക്കെ എനിക്ക് റിവ്യൂ എഴുതാനായിട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അത് എല്ലാം ഡിഫറെൻറ്റ് ടോപ്പിക്സ് ആണ്. കാരണം സ്റ്റാർട്ടിങ്ങിൽ നമുക്കങ്ങനെ എല്ലാ ടോപ്പിക്സൊന്നും ഓർമ്മ ഉണ്ടാവില്ല, അറിയത്തുണ്ടാവില്ല. അപ്പോൾ അതൊക്കെ എഴുതി പിന്നെ എവൻച്വലി ഒരു 10 GT ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ നമ്പർ കുറയാൻ തുടങ്ങി. ദാറ്റ് മീൻസ് I got more right answers and less of wrong answers. സോ അങ്ങനെ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് നമുക്ക് തന്നെ ഈ ബുക്കിൽ നമ്മളിങ്ങനെ ഓരോന്ന് നോട്ട് ചെയ്യുമ്പോൾ നമുക്ക് തന്നെ നമ്മുടെ ആ ഒരു ചേഞ്ച് മനസ്സിലാക്കാൻ പറ്റും. സോ അങ്ങനെ ഒരു ട്രാക്ക് വെക്കുക. ആൻഡ് ഐ യൂസ് ടു റൈറ്റ് ഡൗൺ ഈച്ച് ആൻഡ് എവറി മാർക്സ് ദാറ്റ് ഐ ഗോട്ട് ഇൻ ഓൾ ദ GTs. സോ എൻ്റെ ലിസ്റ്റ് ഞാൻ ഇവിടെ എവിടെയെങ്കിലും സൈഡിൽ കാണിച്ചു തരാം. ഫസ്റ്റ് GTയിൽ എനിക്ക് കിട്ടിയ സ്കോറും ലാസ്റ്റ് GTയിൽ എനിക്ക് കിട്ടിയ സ്കോറും. സോ ഒബ്വിയസ്ലി ദർ വിൽ ബി അപ്സ് ആൻഡ് ഡൗൺസ്. എനിക്ക് ഇടയ്ക്ക് 160 മാർക്സ് ഒക്കെ കയറിയിട്ട് പിന്നെ താഴോട്ട് പോയ അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇറ്റ് ഹാപ്പൻസ്. പ്രിപ്പറേഷൻ്റെ ആ ഒരു ഫേസിൽ അങ്ങനെയാണ്, ചിലപ്പോൾ കയറും ഇടയ്ക്കൊന്ന് ഇറങ്ങും. പിന്നെ നമ്മൾ ഒരു കോൺഫിഡൻ്റ് ആയി ഒരു ഫേസ് കഴിയുമ്പോഴത്തേക്കും യു വിൽ ഗെറ്റ് 150 എന്തായാലും 150 എബോ എന്തായാലും കിട്ടുന്ന ഒരു ഇതിലാകും. Provided you practice a lot of MCQs and you do a lot of GTs. And by doing GTs, I don't mean you simply do GT and trash. അങ്ങനല്ല. സോ ഇപ്പോൾ ഒരു സൺഡേ നിങ്ങൾ GT ചെയ്യുകയാണെങ്കിൽ അത് കഴിഞ്ഞിട്ട് ആ ഒരു വീക്ക് മൊത്തം ഉണ്ടല്ലോ നെക്സ്റ്റ് GTക്ക്, ആ ഒരു 1 വീക്കിൽ ഒരു 50 ക്വസ്റ്റ്യൻസ് എവറി ഡേ ആയിട്ട് ചെക്ക് ചെയ്യുക. കഴിഞ്ഞ GTസിൻ്റെ അതെല്ലാം ഇപ്പോൾ ഒരു 50 ക്വസ്റ്റ്യൻസ് റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനകത്തൊരു 20 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കേട്ടിട്ടില്ലാത്ത ടോപ്പിക്സ് ആയിരിക്കും. ഒരു 10 ക്വസ്റ്റ്യൻ നിങ്ങൾ ഗെസ് അടിച്ചതായിരിക്കും. ആ ഗെസ് അടിച്ചത് എങ്ങനെയാണ് കറക്റ്റ് ആയത്, വേറെ അതിൻ്റെ ഡിഫറെൻറ്റ് ഓപ്ഷൻസ് എങ്ങനെയാണ് ലൈക്ക് ആൻസർ ആവാഞ്ഞത്. യു ഷുഡ് ഓൾസോ ലേൺ ടു റൂൾ ഔട്ട് ഓപ്ഷൻസ്. അങ്ങനെയൊക്കെ ഇഫ് യു ഡു ദ റിവ്യൂ പ്രോപ്പർലി ഓഫ് GTs, യു വിൽ ഗെറ്റ് ദാറ്റ് നോളജ് ഓഫ് ruling out options and getting into the answer. സോ അതൊക്കെയാണ് മെയിനായിട്ട് നമ്മൾ GTസിൽ നിന്ന് GT പ്രാക്ടീസ് ചെയ്യുമ്പോൾ GT റിവ്യൂ ചെയ്യുമ്പോൾ കിട്ടുക. സോ ഞാൻ അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. സോ വെൻ ഷുഡ് യു സ്റ്റാർട്ട് ഡൂയിങ് GT? ഞാൻ പറയുകയാണെങ്കിൽ ഏർലിയർ യു ക്യാൻ സ്റ്റാർട്ട് ഏർലിയർ, ബട്ട് കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ 19 സബ്ജക്ട്സ് കഴിഞ്ഞിട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ബട്ട് ഇഫ് യു ആർ ലൈക്ക് മൊത്തം സബ്ജക്ട്സ് തീർന്നില്ല, കുറച്ച് സബ്ജക്ട്സേ തീർന്നിട്ടുള്ളൂ, ആൻഡ് യു ഹാവ് എ വെരി ലെസ് ടൈം ടു കംപ്ലീറ്റ്, എക്സാം അടുത്താണ്, അങ്ങനെയൊക്കെ ആണെങ്കിൽ ദ ഏർലിയർ യു സ്റ്റാർട്ട് ദ മോർ ഗുഡ് ഇറ്റ് ഈസ്. സോ GT ചെയ്യുക, ചുമ്മാ GT ചെയ്ത് വെറുതെ ഇരിക്കരുത്. യു ഷുഡ് റിവ്യൂ ദാറ്റ്, യു ഷുഡ് ഗെറ്റ് എ ട്രാക്ക് ഓഫ് ഓൾ ദ GT സ്കോർസ് and you should review properly. അപ്പോഴേ നമുക്ക് നെക്സ്റ്റ് GTസിലോട്ട് പോകുമ്പോൾ you will have an improvement. അപ്പോൾ അങ്ങനെ ചെയ്യാം.
പിന്നെ വേറൊരു കാര്യമുണ്ട്, നമുക്കിപ്പോൾ ജി ടിയുടെ സ്കോർ കയറുന്നില്ല, അല്ലെങ്കിൽ ജി ടി സ്കോർ ഭയങ്കര കുറവാണെന്ന് വിചാരിച്ച് അത് നമ്മളൊരു ഡീമോട്ടിവേഷൻ ആയിട്ട് എടുക്കരുത്. ജി ടി ഇസ് ജസ്റ്റ് ഇവാലുവേഷൻ ടൂൾ എന്ന് വേണേൽ പറയാം. ഇറ്റ്സ് ലൈക്ക് ജസ്റ്റ് ഡെമോ എക്സാം ആണ്. ജി ടിയിൽ വരുന്ന ഇപ്പോൾ ചില ജി ടീസിൽ നമുക്ക് നല്ല സ്കോർ കിട്ടും, ബിക്കോസ് ദേ ഹാവ് എ ലോട്ട് ഓഫ് PYQs. നമ്മൾ PYQs നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഒബ്വിയസ്ലി നമുക്ക് സ്കോർ നന്നായിട്ട് കിട്ടും. ചില ജി ടീസ് ഇപ്പോൾ ചില പ്ലാറ്റ്ഫോംസിലൊക്കെ ഭയങ്കര ടഫായിട്ട് വെക്കും, അവിടെയൊക്കെ എന്തായാലും നമുക്ക് സ്കോർ കുറവായിരിക്കും. അപ്പം നമ്മൾ ജി ടി സ്കോർ വെച്ചിട്ട് നമ്മളുടെ പ്രിപ്പറേഷനെ ഭയങ്കരമായിട്ട് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പാടില്ല. യു ഷുഡൻറ്റ് ഡൂ ദാറ്റ്. Just think that, just have a track of your GT progress. ഇപ്പോൾ ഇന്നത്തെ ജി ടിക്ക് എനിക്ക് ഒരു 120 ആണെങ്കിൽ try to get at least 130 in the next GT. But even if you get അതിലും കുറവുള്ള മാർക്കാണെങ്കിലും don't be disheartened. It's a very big process. നമ്മൾ പതുക്കെ ഒരു നല്ല സ്കോറിലോട്ട് എത്തുള്ളൂ. ഓൾ ഓഫ് എ സഡൻ നമ്മൾ സ്റ്റാർട്ടിങ് ഫസ്റ്റ് ജി ടി തന്നെ 170, 180, 200 അബോ അങ്ങനെ കിട്ടില്ല. ആൻഡ് അത് ദാറ്റ്സ് നോർമൽ. ആൻഡ് ജി ടിക്ക് കുറേ മാർക്ക് കിട്ടി. ഐ നോ ജി ടി ഇപ്പോൾ പ്രിപ്ലാഡർ അല്ലെങ്കിൽ സെറിബെല്ലം അല്ലെങ്കിൽ ഏത് പ്ലാറ്റ്ഫോം ആണെങ്കിലും എല്ലാവരും ഇങ്ങനെ ലിസ്റ്റൊക്കെ ഇടും, പലരുടെ പേരൊക്കെ ഇടും. അതിലൊന്നൊരു കാര്യമില്ല. പേര് വരുമോ പേര് വരാതിരിക്കുകയോ ചെയ്യട്ടെ. നമ്മളുടെ സ്ട്രാറ്റജി, നമ്മുടെ പഠിക്കുന്ന ഇത് അസസ് ചെയ്യാൻ വേണ്ടിയിട്ടും യു നീഡ് ടു ഹാവ് ദറ്റ് പ്രാക്ടീസ് ഓഫ് സോൾവിങ് MCQ. അതിന് വേണ്ടിയാണ് ജി ടി ചെയ്യുന്നത്. നമ്മുടെ പേര് ആ ലിസ്റ്റിൽ വന്നാലും വന്നില്ലെങ്കിലും ഇറ്റ് ഡസൻറ്റ് മാറ്റർ, ബിക്കോസ് ഇൻ ദ റിയൽ എക്സാം യു ഷുഡ് ഗെറ്റ് പാസ്. അതാണ് മെയിൻ മോട്ടീവ്. സോ വി ഷുഡ് ബി വെരി ക്ലിയർ അബൌട്ട് ദാറ്റ്. ഇപ്പം ജി ടിയിൽ സ്കോർ കുറഞ്ഞാൽ ഇറ്റ്സ് ഓക്കെ, ജസ്റ്റ് മൂവ് ഓൺ. ഓക്കെ, ഈ ജി ടി എനിക്ക് സ്കോർ കുറഞ്ഞ് ഐ ഷുഡ് പ്രിപ്പയർ മോർ. ഒരു 1 വീക്കെങ്കിലും ഗ്യാപ്പ് വെച്ചിട്ട് ജി ടി ചെയ്യാം. ഞാൻ അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അല്ലെങ്കിൽ ഒരു 2 വീക്സ് 3 വീക്സ് കൂടുമ്പോഴാണെങ്കിലും ജി ടി ചെയ്താൽ മതി. ഞാൻ പറഞ്ഞല്ലോ, ഒരു മിനിമം ഒരു 5 GTs എങ്കിലും എക്സാമിന് മുമ്പ് ചെയ്യുക. ആൻഡ് എക്സാമിന് ഒരു 2-3 ആഴ്ച മുമ്പ് ഡോണ്ട് ഡു എനി GTs. ലൈക്ക് ഇറ്റ്സ് ഓക്കെ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ജി ടി ചെയ്തെങ്ങനെ കുറഞ്ഞൊക്കെ പോയി കഴിഞ്ഞാൽ ഭയങ്കര ഒരു കോൺഫിഡൻസ് ബ്രേക്ക് ചെയ്യും. അതുകൊണ്ട് ഞാൻ ലാസ്റ്റ് ഒരു 3 വീക്സിൽ ഞാൻ ജി ടി ചെയ്തിട്ടില്ല. സോ ഐ വുഡ് സജസ്റ്റ് യു ഓൾസോ ദാറ്റ് ഇങ്ങനെ അടുത്ത് ലാസ്റ്റ് ഒരു 3 വീക്സിലൊന്നും ഡോണ്ട് ഡു എനി ജി ടി. ബിഫോർ ദാറ്റ് ഡു ആസ് മച്ച് ആസ് യു ക്യാൻ ആൻഡ് റിവ്യൂ ദാറ്റ്. ലൈക്ക് ചുമ്മാ ഒരു ജി ടി ചെയ്തിട്ട് കളയരുത്. You review that properly, each and every questions. You make sure that you know all those things, and make sure that in the next GT, if the same question happens, you shouldn't be wrong in that. You should be very thorough with that. Okay, അങ്ങനെ വേണം ജി ടി റിവ്യൂ ചെയ്ത് പോകാനായിട്ട്. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ജി ടി സ്കോർ വേരി ചെയ്യും. ഇന്ന് നല്ലതാണെങ്കിൽ അടുത്ത ജി ടി ചിലപ്പോൾ കുറയും. ഇഫ് ഇറ്റ് ഓൾ അത് കുറഞ്ഞാലും ഡോണ്ട് ബി ഡിസ്ഹാർട്ടൻഡ്. നമുക്ക് നെക്സ്റ്റ് ജി ടിയിൽ പിടിക്കാം എന്നുള്ള ഒരു മോട്ടിവേഷനിൽ ഇരിക്കണം. കാരണം ജി ടീസ് നമുക്ക് പതുക്കെ നമുക്ക് ഇപ്പോൾ കുറഞ്ഞാലും കുഴപ്പമില്ല, ബട്ട് റിയൽ എക്സാമിന് കുറയാൻ പാടില്ല. യു ഷുഡ് ഗെറ്റ് ദാറ്റ് 150 അബോവ്. അത് എന്തായാലും കിട്ടണം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ആയിരിക്കണം. ജി ടി കുറഞ്ഞാലും കുഴപ്പമില്ല, നമുക്ക് നെക്സ്റ്റിൽ പിടിക്കാം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് വേണം. ആൻഡ് ജി ടിയിൽ കുറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് ഡോണ്ട് സ്റ്റോപ്പ് ഡൂയിങ് ജി ടീസ് ചെയ്യുക. ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു 17 GTs ചെയ്തായിരുന്നു. ആൻഡ് 17 GTസിലും ഞാൻ ലിസ്റ്റ് കാണിച്ചു തരാം. അതിലൊരു ആദ്യത്തെ ഒരു 5-6 GT ഒന്നും എനിക്ക് അത്ര സ്കോർ ഇല്ലായിരുന്നു. ആൻഡ് പിന്നെയും ഇച്ചിരി ഫ്ലക്ച്വേറ്റിംഗ് സ്കോറായിരുന്നു. പിന്നെ ഒരു 10 GT ഒക്കെ കഴിഞ്ഞ പിന്നെയാണ് ഐ വാസ് ഗെറ്റിംഗ് എ കോൺസ്റ്റൻറ്റ് സ്കോർ എബവ് 170 ഒക്കെ കിട്ടിക്കൊണ്ടിരുന്നത്. ആൻഡ് 200 ഒക്കെ ലാസ്റ്റ് ആയപ്പോഴാണ് എനിക്ക് കിട്ടിയത്. സോ ഇനീഷ്യലി ഡോണ്ട് തിങ്ക് ദാറ്റ് യു ഗെറ്റ് 200 അബോവ്. അങ്ങനെയൊക്കെ ഞാൻ കുറേ പഠിച്ച് അങ്ങനെ വിചാരിക്കേണ്ട കാര്യമില്ല. ഇപ്പം കൂടുതൽ കിട്ടിയാലും ഇഫ് അറ്റ് ഓൾ യു ഗെറ്റ് 200+, നമ്മൾ നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല ഈ എക്സാമിന്. ജി ടിക്കും നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടാവില്ല. സോ ഗെസ് അടിച്ചാൽ മാർക്ക് കയറും. അപ്പോൾ 200 അബോവ് കിട്ടിയെന്ന് വിചാരിച്ചിട്ട് ഇനി ഞാൻ പഠിക്കണ്ട, എനിക്കറിയാമല്ല, അങ്ങനെ വിചാരിക്കരുത്. യു ഷുഡ് അഗെയിൻ പ്രാക്ടീസ് MCQs ആൻഡ് ഡു GTs ആൻഡ് റിവ്യൂ തറലി. അങ്ങനെ
ഒരു എന്താ പറയുക ബാലൻസിൽ പോകണം. കൂടുതൽ കിട്ടിയാലും അഹങ്കരിക്കരുത്, കുറവ് കിട്ടിയാൽ സങ്കടപ്പെടുകയും ചെയ്യരുത്. ഓക്കെ, ആ ഒരു മൈൻഡ് സെറ്റ് വേണം. ഇറ്റ്സ് എ GT. നമ്മൾ ഇവാലുവേറ്റ് ചെയ്യാണ് നമ്മുടെ തന്നെ. യു ആർ ജസ്റ്റ് അസസിങ് യുവർ സെൽഫ്. എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്, എങ്ങനെ എനിക്ക് എക്സാം ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ 150 ക്വസ്റ്റ്യൻസ് അറ്റ് സ്ട്രെച്ച് ചെയ്യുന്നത് അതും ഭയങ്കര ടയറിങ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മളങ്ങനെ ഇപ്പോൾ MCQs ഡെയിലി പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിലും അറ്റ് സ്ട്രെച്ച് നമ്മൾ ചെയ്യില്ലല്ലോ. ഒരു 20 ക്വസ്റ്റ്യൻ ഇപ്പോൾ ചെയ്യും, പിന്നെ ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ടായിരിക്കും പിന്നെ ഒരു 10 ക്വസ്റ്റ്യൻ ചെയ്യണം, അങ്ങനെയാണ്. അല്ലാണ്ട് 150 ഒറ്റ സ്ട്രെച്ചിൽ ചെയ്യില്ല. അപ്പോൾ GT നമ്മൾ ചെയ്യുമ്പോൾ യു ആർ ഗെറ്റിംഗ് ദാറ്റ് 150 അറ്റ് എ സ്ട്രെച്ച് ബിക്കോസ് യു ഹാവ് ദ ടൈമർ. ആൻഡ് പുതിയ എക്സാം പാറ്റേൺ അനുസരിച്ച് വി ഹാവ് 3 സ്ലോട്ട്സ് 50-50 ഈച്ച്. ആൻഡ് 50 മിനിറ്റ്സിൽ 50 ക്വസ്റ്റ്യൻസ് ഫസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ലോക്കാണ്. ആ ഫസ്റ്റ് 50 മിനിറ്റ്സ് കഴിഞ്ഞ് നെക്സ്റ്റ് 50 മിനിറ്റ്സ് ആകുമ്പോൾ സെക്കൻഡ് സ്ലോട്ട്. നെക്സ്റ്റ് 50 ക്വസ്റ്റ്യൻസിൻ്റെ സ്ലോട്ട് ചെല്ലുമ്പോഴേക്കും നമുക്ക് ആദ്യത്തെ 50 ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാൻ പറ്റില്ല. വി കാൺ ഗോ ബാക്ക് ആൻഡ് ചേഞ്ച് ദർ ആൻസർ. സോ ആദ്യത്തെ 50 ക്വസ്റ്റ്യൻസ് ഫുള്ള് നോക്കി റിവ്യൂ ചെയ്ത് ആ ഫസ്റ്റ് 50 മിനിറ്റ്സിൽ തീർത്തിരിക്കണം. എന്നിട്ട് വേണം നെക്സ്റ്റ് സ്ലോട്ട് പോകാനായിട്ട്. ഞാൻ ഫോളോ ചെയ്ത സെറിബലാണ്. അതിൽ കറക്റ്റ് ഇതുപോലത്തെ പാറ്റേൺ തന്നെയായിരുന്നു. 50-50 ഈച്ച്. ഒരു 50 മിനിറ്റ്സിൻ്റെ സ്റ്റാർട്ടിങ് ഒരു സ്ലോട്ട് ഉണ്ടാവും. അത് ലോക്കായി കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് സ്ലോട്ടിൽ കയറി കഴിഞ്ഞാൽ തിരിച്ചു വരാൻ പറ്റില്ല. അത് കഴിഞ്ഞ് സെക്കൻഡ് സ്ലോട്ട് കഴിഞ്ഞ് തേർഡ് സ്ലോട്ട് എത്തി കഴിയുമ്പോൾ സെക്കൻഡ് സ്ലോട്ടിലോട്ടും പോകാൻ പറ്റില്ല. യു നീഡ് ടു കംപ്ലീറ്റ് ദാറ്റ് 150. അപ്പോൾ കറക്റ്റ് 2.5 hours ഫസ്റ്റ് പാർട്ട് കഴിയും. അത് കഴിഞ്ഞ് ഒരു ഇച്ചിരി ബ്രേക്ക് ഒക്കെ എടുത്തിട്ട് യു ക്യാൻ ഡു ദ നെക്സ്റ്റ് പാർട്ട് അഗെയിൻ 150 ക്വസ്റ്റ്യൻസ് വെയർ യു ഹാവ് 3 സ്ലോട്ട്സ് 50 ഈച്ച്. അങ്ങനെ ചെയ്യാം. അപ്പോൾ യു ആർ ഗെറ്റിംഗ് ദ പ്രാക്ടീസ്. റിയൽ എക്സാമിൻ്റെ സെയിം പ്രാക്ടീസ് കിട്ടുകയാണ്. സോ അങ്ങനെ ചെയ്യുന്നത് ഇറ്റ് വിൽ ബി റിയലി ഹെൽപ്ഫുൾ. കാരണം ഇപ്പോൾ നമ്മൾ GT ആണെങ്കിലും ചില GTs ഒക്കെ ഞാൻ GTയും റിയൽ എക്സാമും കമ്പയർ ചെയ്യുവാണെങ്കിൽ വാട്ട് ഐ വിൽ സേ ഈസ് GTസിൽ ചില GTs ഒക്കെ പ്രെപ്പിൻ്റെ ഒക്കെ പിന്നെ കുറച്ചും കൂടെ എലാബറേറ്റ് ആണ് ക്വസ്റ്റ്യൻസ്. ആൻഡ് ഇച്ചിരി കൂടെ ടഫർ സൈഡാണ് പ്രെപ്പിൻ്റെ. സെറിബലത്തിൻ്റെ കുറച്ചും കൂടെ കുഴപ്പമില്ല, സിമിലർ ടു ദി എക്സാം, ബട്ട് ദ ക്വസ്റ്റ്യൻ ലെങ്ത് ഇസ് വെരി സ്മോൾ. ഇപ്പോൾ റിയൽ എക്സാമിന് നമുക്കൊരു 4-5 ലൈൻസിൻ്റെ ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ GTയിൽ ഞാൻ കണ്ടത് ഒരു 2 ലൈനൊക്കെ ഉണ്ടായുള്ളൂ എക്സാംസ്. ബട്ട് ഇറ്റ്സ് സിമിലർ. നമ്മൾ ആ ഒരു സ്കിം ചെയ്യാൻ ഒക്കെ ക്വസ്റ്റ്യൻസ് വായിച്ച് സ്കിം ചെയ്യാൻ പറ്റുന്ന ഒരു ഇതൊക്കെ സ്കില്ലൊക്കെ ഡെവലപ്പ് ചെയ്യുവാണെങ്കിൽ യു വിൽ ഫൈൻഡ് ഇറ്റ് ഈസിയർ ഇൻ ദ റിയൽ എക്സാം. ദാറ്റ്സ് വാട്ട് ഐ ഫെൽറ്റ് എനിക്ക് റിയൽ എക്സാം എഴുതിയപ്പോൾ. കാരണം റിയൽ എക്സാമിന് ദ സ്ട്രെസ് ഇസ് വെരി ഹൈ. ആൻഡ് നമ്മൾ ഓരോ ക്വസ്റ്റ്യനും ഭയങ്കര കോൺസെൻട്രേഷനിലും ഫുൾ വേർഡ് ടു വേർഡ് വായിച്ചിട്ടാണ് പോകുന്നത്. നമ്മൾ സ്കിം ചെയ്യാമെന്നൊക്കെ വിചാരിക്കും, ബട്ട് നടക്കില്ല. ദറ്റ് ആങ്സൈറ്റി ആൻഡ് ദ സ്ട്രെസ് ഇസ് ഹയർ ലെവൽ. സോ നമ്മൾ ഫുൾ വായിച്ച് കഴിയുമ്പോഴേക്കും ഒരു നേരമാവും. 50 മിനിറ്റ്സ് എന്തായാലും എനിക്ക് എല്ലാ സ്ലോട്ടും ഞാൻ കറക്റ്റ് ടൈമിനാണ് തീർത്തത്. പിന്നെ മാക്സിമം ഞാൻ അറിയാവുന്ന ക്വസ്റ്റ്യൻ, ചില വൺലൈനേഴ്സ് ഉണ്ടായിരുന്നു, ഡയറക്റ്റ് വൺലൈനേഴ്സ് ഉണ്ടായിരുന്നു, ഇല്ല എന്നല്ല പറയണേ. എല്ലാ ക്വസ്റ്റ്യനും 4 to 5 ലൈൻസ് അല്ല, ചില ക്വസ്റ്റ്യൻസ് വൺലൈനേഴ്സ് ഉണ്ടാവും. അതൊക്കെ പെട്ടെന്ന് ചെയ്യുക. പിന്നെ ഇങ്ങനെ ചിന്തിക്കാനുള്ളത് യു മാർക്ക് ഇറ്റ് ഫോർ റിവ്യൂ ആൻഡ് കം ബാക്ക് ടു ദാറ്റ് ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ഓൾ ദ 50 ക്വസ്റ്റ്യൻസ്. ബിക്കോസ് ഇപ്പോൾ നമുക്ക് ഒരു ഇൻറ്റ്യൂഷൻ ഉണ്ട് ഇതാണ് ആൻസർ എന്ന് തോന്നുകയാണെങ്കിൽ അത് മാർക്ക് ചെയ്ത് റിവ്യൂ ചെയ്തിടുക റിയൽ എക്സാമിന്. അങ്ങനെ ചെയ്തിടുമ്പോൾ ഈവൻ ഇഫ് യു ഡോണ്ട് ഗെറ്റ് എ ചാൻസ് ടു കം ബാക്ക്, നമ്മൾ ഓൾറെഡി ഒന്ന് മാർക്കായി, അത് മാർക്കായല്ലോ. അത് എന്തായാലും ഒരു 25% ചാൻസ് ഉണ്ട് കിട്ടാനായിട്ട്. സോ അത് മാർക്ക് ചെയ്തിട്ട് റിവ്യൂവിനിടുക. ലേറ്റർ ഓൺ ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ഓൾ ദ 50 ക്വസ്റ്റ്യൻസ് യു ക്യാൻ കം ബാക്ക് ആൻഡ് റീചെക്ക് ഇറ്റ്. ബട്ട് മോസ്റ്റ്ലി നമ്മൾ ഫസ്റ്റ് വിചാരിക്കുന്ന ആൻസർ തന്നെയായിരിക്കും കറക്റ്റ് ആൻസർ. അത് എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല, എപ്പോഴും അങ്ങനെയാണ്. ഈവൻ GTസിലാണെങ്കിലും നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ഓപ്ഷൻസ് കാണുമ്പോൾ ഒരു ആൻസർ നമുക്ക് തോന്നും. മോസ്റ്റ്ലി 99% ദാറ്റ് വിൽ ബി ദി ആൻസർ. ബട്ട് വി ടെൻഡ് ടു ഓവർ തിങ്ക് എ ലോട്ട് ആൻഡ് നമ്മൾ അയ്യോ അതല്ല, അത്ര ഈസി അങ്ങനെ ചോദിക്കില്ല, അങ്ങനെ വിചാരിച്ച് നമ്മൾ പിന്നെ മാറ്റും. പിന്നെ നമ്മൾ റിവ്യൂവിനിരിക്കുമ്പോഴാണ് ഇത് ഞാൻ ആദ്യം കറക്റ്റ് വിചാരിച്ചതല്ലേ, പിന്നെ ഇത് തെറ്റായല്ലോ. അങ്ങനെ എപ്പോഴും ഉണ്ടാകുന്നതാണ്. നമ്മൾ റീതിങ്ക് ചെയ്യും കുറേ, എന്നിട്ട് കറക്റ്റ് ആൻസർ മാർക്ക് ചെയ്തത് തെറ്റ് ആൻസർ പിന്നെ മാർക്ക് ചെയ്യും. അപ്പം അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക. ഐ തിങ്ക് ഇപ്പോഴത്തെ പുതിയ എക്സാം പാറ്റേൺ ഇസ് റിയലി ഗുഡ് ബിക്കോസ് നമ്മൾ ഓവർ തിങ്ക് ചെയ്ത് അധികം കോളാക്കൂല. അപ്പോൾ ഐ തിങ്ക് ദാറ്റ് ഈസ് ഗുഡ്.
ബട്ട് അഗെയിൻ ഭയങ്കര ലെങ്തി ക്വസ്റ്റ്യൻസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് പിന്നെ ഒന്ന് തിരിച്ച് വന്ന് നോക്കാൻ ഇച്ചിരി പാടാണ്. അപ്പോൾ എനിവേസ് ലൈക്ക് ഞാനതാ പറഞ്ഞത്, യു ഷുഡ് ഹാവ് ദ പ്രാക്ടീസ്. അപ്പോൾ ഇങ്ങനെ GT ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു പ്രാക്ടീസ് കിട്ടും. ഇത്ര ക്വസ്റ്റ്യൻസ് ഇത്ര ടൈം ഫ്രെയിമിൽ ചെയ്തു വരുമ്പോൾ ഒരു സ്ട്രെച്ചിൽ ഇത്ര ക്വസ്റ്റ്യൻസ് ചെയ്യാനായിട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് ഇവൻച്വലി ആ മെയിൻ എക്സാമിന് നമുക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും. സോ അതൊക്കെയാണ് നമ്മൾ നോക്കേണ്ടത്. പിന്നെ MCQ സോൾവിങ് ഡെയിലി ഞാൻ പറഞ്ഞു, FMG പ്രിപ്പയർ ചെയ്യുമ്പോൾ ലാസ്റ്റ് ഒരു 4 to 5 months യു ഷുഡ് ഡെഫിനറ്റ്ലി ഒരു 1 to 2 hours MCQസിനായിട്ട് വെക്കുക. അതർ ടൈം യു സ്റ്റഡി ഓൾ ദ ടോപ്പിക്സ്, നോട്ട്സ് ഒക്കെ വെച്ചിട്ട് ഏത് പ്ലാറ്റ്ഫോമാണ് നിങ്ങൾ യൂസ് ചെയ്യുന്ന, ആപ്സ് ആണെങ്കിൽ അത്, അല്ലെങ്കിൽ കോച്ചിങ് ആണെങ്കിൽ അത്. ബട്ട് എന്ത് പഠിച്ചാലും എല്ലാ ദിവസവും യു മേക്ക് ഷുവർ യു ഡു സർട്ടൻ എമൗണ്ട് ഓഫ് MCQs. സ്റ്റാർട്ടിങ്ങിൽ ഒരു 50 MCQs വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. MCQ സോൾവ് ചെയ്യാനായിട്ട് എല്ലാ ആപ്സിലും കസ്റ്റം മൊഡ്യൂൾ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് കുറേ പരിപാടികളുണ്ട്. അതിലിപ്പോൾ നിങ്ങളിപ്പോൾ ഫസ്റ്റ് ഇപ്പോൾ സർജറിയാണ് പഠിക്കുന്നതെങ്കിൽ സർജറി വെച്ചിട്ട് ആ PYQs ആദ്യം PYQs നോക്കുക, അല്ലെങ്കിൽ ജമ്പിൾഡായിട്ട് PYQs നീറ്റ് PGയുടെ എല്ലാം കൂടെ ജമ്പിൾ ചെയ്തിട്ട് ഇടുക. എന്നിട്ട് ഒരു 50 questions വെച്ച് സ്റ്റാർട്ട് ചെയ്യുക എവറി ഡേ. ആൻഡ് പതുക്കെ യു ഇൻക്രീസ് ദ കൗണ്ട്, ഒരു 75 ആകുക. പിന്നെ ഞാൻ പറഞ്ഞില്ലേ GT ചെയ്യുമ്പോൾ GT റിവ്യൂവും കൂടെ ആകുമ്പം ഡെയിലി ഒരു 25 questions GTയുടെ റിവ്യൂ ചെയ്യുകയാണെങ്കിൽ ഇഫ് യു ആർ ഡൂയിങ് 50 MCQs എവറി ഡേ, എല്ലാ ദിവസവും 75 questions ആയി. അത് പിന്നെ പതുക്കെ കൂട്ടി വന്ന് ഒരു 200 questions 300 questions എവറി ഡേ ചെയ്യുന്ന പോലെ ചെയ്യാം. ഓക്കെ. ആൻഡ് MCQസിന് ഞാൻ പറയുകയാണെങ്കിൽ ആപ്സ് യൂസ് ചെയ്യാം. ആൻഡ് ദെൻ FMG സൊല്യൂഷൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ബുക്കുണ്ട്, അത് വളരെ നല്ലതാണ്. ഞാൻ എൻ്റെ 7th edition ആണ് ഞാൻ യൂസ് ചെയ്തത്. അത് നല്ലതാണ്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. പറ്റുവാണെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യാം. അല്ലെങ്കിൽ ഇങ്ങനെ ആപ്സിൽ ചെയ്യുക. ഇപ്പോൾ കോച്ചിങ് സെൻറ്റേഴ്സിലാണെങ്കിലും ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. മാക്സിമം MCQs പ്രാക്ടീസ് ചെയ്യുക ആൻഡ് അത് റിവ്യൂവും ചെയ്യുക ഇടയ്ക്കിടയ്ക്ക്. അങ്ങനെ പതുക്കെ MCQസിൻ്റെ നമ്പേഴ്സ് കൂട്ടുക. ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് MCQ പ്രോബ്ലം ചെയ്യാനുള്ള ഒരു സ്കില്ല് ഡെവലപ്പ് ആകും. ആൻഡ് കുറേ ലൈക്ക് യു ഗെറ്റ് ടു ദാറ്റ് പോയിന്റ് വെറിൻ അധികം പുതിയ MCQs കാണാത്ത രീതിയിൽ, ദാറ്റ് മീൻസ് യു ഹാവ് ടു പ്രാക്ടീസ്. ദാറ്റ്സ് വാട്ട് ഐ എം ട്രൈങ് ടു സേ. അത്രയും ചെയ്ത് പുതിയൊരു ക്വസ്റ്റ്യൻ കാണാത്ത രീതിയിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. ആൻഡ് ഓഫ് കോഴ്സ് റിവൈസ് ചെയ്യണം നന്നായിട്ട്. നോട്ട്സൊക്കെ സ്വന്തമായിട്ട് ഞാൻ സ്വന്തമായിട്ട് നോട്ട് എഴുതുന്ന ഒരാളാണ്. എനിക്ക് ഇങ്ങനെ പ്രിൻറ്റഡ് നോട്ട്സ്, ഐ എം നോട്ട് പ്രിൻറ്റഡ് നോട്ട്സ് പേഴ്സൺ. ഐ നീഡ് മൈ ഓൺ നോട്ട്സ്. എനിക്ക് എൻ്റെ ഹാൻഡ് റൈറ്റിങ്ങിൽ ഞാൻ തന്നെ വരച്ചു വെച്ച ബുക്ക് ഉണ്ടെങ്കിലേ എനിക്ക് പറ്റുള്ളൂ. ഓരോരുത്തർക്കും ഓരോ രീതിയാണ്. വിച്ച് എവർ ഇസ് കംഫർട്ടബിൾ ടു യു, യു ഡു ദാറ്റ്. റിവൈസ് ഓൾ യുവർ നോട്ട്സ് ആൻഡ് ഡു MCQs. ഇതാണ് മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട കാര്യം. ആൻഡ് ഓഫ് കോഴ്സ് GTs. ഇത് എല്ലാം ചെയ്യുമ്പോൾ തന്നെ യു വിൽ ഡെഫിനറ്റ്ലി ലൈക്ക് ഇതെല്ലാം ചെയ്താലും ഇൻ ദ ലാസ്റ്റ് 4 to 5 months അല്ലെങ്കിൽ ഒരു 6 months, ഇഫ് യു ആർ ഡൂയിങ് ദിസ് വെരി കൺസിസ്റ്റൻ്റ്ലി, യു വിൽ ഡെഫിനറ്റ്ലി പാസ് ദി എക്സാം. ലൈക്ക് നോ ഡൗട്ട് എന്തായാലും പാസ്സാവും. കാരണം ഈ 3 കാര്യങ്ങളാണ് എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്. ആൻഡ് യു ഷുഡൻറ്റ് സ്റ്റോപ്പ് ഡൂയിങ് ദീസ് തിങ്സ്. കൺസിസ്റ്റൻ്റ് ആയിട്ട് ഡെയിലി ചെയ്യുക. ജസ്റ്റ് പ്രയോറിറ്റൈസ് ദിസ് എക്സാം ഫോർ ഒരു 5 to 6 months, മാക്സിമം 6 months പ്രയോറിറ്റൈസ് ചെയ്യുക. ഇതിനു വേണ്ടി തന്നെ യു ഡിവോട്ട് എവറി ഡേ ടു ദിസ് തിങ്. യു വിൽ ഡെഫിനറ്റ്ലി പാസ് ദി എക്സാം. ഇറ്റ്സ് നോട്ട് ദാറ്റ് ഹാർഡ് ആൻഡ് ഇറ്റ്സ് നോട്ട് ദാറ്റ് ഈസി ഓൾസോ. സോ ഈ എക്സാമിൻ്റെ ഒരു ഡിഗ്നിറ്റി കൊടുത്ത് പ്രിപ്പയർ ചെയ്താൽ യു വിൽ ഡെഫിനറ്റ്ലി പാസ്. ആൻഡ് ഇഫ് യു ഹാവ് മോർ സച്ച് ഡൗട്ട്സ്, you can ask me and I'll come with another video about the same. So I think this was again helpful, and any other doubts that you have regarding preparation, you can definitely comment down below and I'll be coming with a new video. So thank you so much for listening to me. Bye.